Hi friends, I am Alwin. Ernakulam ജില്ലയിലെ പിറവമാണ് എൻ്റെ സ്വദേശം. ഞാനൊരു 2 വർഷമായിട്ട് കുവൈറ്റിലെ ഒരു ട്രേഡിംഗ് കമ്പനിയിലാണ് വർക്ക് ചെയ്യുന്നത്. മറ്റെല്ലാ വ്യക്തികളെ പോലെ തന്നെ സ്വന്തമായിട്ടൊരു യൂട്യൂബ് ചാനൽ എന്ന ഏറെ നാളായിട്ടുള്ള ഒരു ആഗ്രഹമായിരുന്നു. അങ്ങനെ എൻ്റെ ഒരു ആഗ്രഹം ഞാനിന്നിവിടെ സാക്ഷാത്കരിക്കാൻ പോവുകയാണ്. ട്രാവലോഗ് എന്നാണ് എൻ്റെ ചാനലിൻ്റെ പേര്. എൻ്റെ രാജ്യങ്ങൾ അല്ലെങ്കിൽ ഞാൻ സന്ദർശിക്കുന്ന സ്ഥലങ്ങൾ കാര്യങ്ങളെല്ലാം ഞാൻ ആസ്വദിക്കുന്നതിനോടൊപ്പം തന്നെ നിങ്ങളിലേക്കും അത് എത്തിക്കുക. അതാണ് എൻ്റെ മെയിനായിട്ടുള്ള ഒരു തീം. അധികം പറഞ്ഞ് ദീർഘിപ്പിക്കുന്നില്ല. ഞാൻ ഫസ്റ്റത്തെ എൻ്റെ ഒരു വ്ളോഗെന്ന് ഉദ്ദേശിക്കുന്നത് ഞങ്ങൾ കുവൈറ്റിലുള്ള ഓഫീസിൽ നിന്ന് എല്ലാവരുടെ കൂടി ഖിറാൻ എന്ന് പറഞ്ഞൊരു റിസോർട്ട് വില്ലയാണത്. അത് ബീച്ച് ഹൗസ് എല്ലാം ഉള്ളൊരു വില്ലയാണ്. അവിടെ പോയി ഒരു ദിവസം മുഴുവൻ നമ്മൾ അവിടെ സ്പെൻഡ് ചെയ്ത് അവിടെ നിന്ന് ഒരു യാട്ട് എടുത്ത് ഖിറാൻ എന്ന് പറഞ്ഞൊരു ഐലൻഡിൽ പോയി അവിടെ സ്പെൻഡ് ചെയ്ത ഒരു തീമാണ് എൻ്റെ ഫസ്റ്റ് വ്ളോഗിലുള്ളത്. സോ ലെറ്റ്സ് ഗോ ടു ദ വീഡിയോ. ഗുഡ് മോർണിംഗ്. അങ്ങനെ ഞങ്ങളുടെ ഇന്നത്തെ ഖിറാൻ യാത്രകൾ ആരംഭിക്കുകയാണ്. ഖിറാൻ ഇവിടുത്തെ ഒരു ബീച്ച് റിസോർട്ട് ഏരിയയാണ്. അവിടുന്ന് ഞങ്ങൾ ഇന്ന് ഒരു ബോട്ട് യാത്രയ്ക്ക് പ്ലാൻ ചെയ്തിട്ടുണ്ട്. 1987 ഫെബ്രുവരി തൊട്ടാണ് ഖിറാൻ റിസോർട്ട് ഓപ്പൺ ആവുന്നത്. കുവൈറ്റിലെ തന്നെ ഖിറാൻ ഡിസ്ട്രിക്റ്റിലാണ് ഈ ഖിറാൻ റിസോർട്ട് സ്ഥിതി ചെയ്യുന്നത്. ഇഷ്ടംപോലെ കുവൈറ്റി വില്ലാസ് കാര്യങ്ങളെല്ലാം നമുക്ക് ട്രാവലിൽ തന്നെ കാണാൻ പറ്റും. ഞാൻ ഫുൾ റോഡ് വീഡിയോ എടുത്തിട്ടില്ല, സ്ട്രെച്ച് ലെങ്തി ആണ്, അതുകൊണ്ട് തന്നെ എടുത്തില്ല. പിന്നെ മോർണിംഗ് ആയതുകൊണ്ട് നമ്മൾ ഓൾമോസ്റ്റ് ഖിറാൻ എത്തിയിട്ടുണ്ട്. ജസ്റ്റ് ഒരു കോഫി കുടിക്കാം എന്നുള്ളൊരു കൺസെപ്റ്റോടുകൂടി ഒരു കോഫി ഷോപ്പിട്ട് എല്ലാവരോടും നമ്മൾ കയറി ഒരു കോഫി എല്ലാം കുടിച്ച് നമ്മൾ മെയിനായിട്ട് ചെല്ലണം. പിന്നെ ഈ ഖിറാൻ എന്ന് പറയുമ്പോൾ നമ്മുടെ കുവൈറ്റ് സിറ്റിയിൽ നിന്ന് ഓൾമോസ്റ്റ് 110 കിലോമീറ്ററോളം ഡിസ്റ്റൻസ് വരുന്നുണ്ട് ഈ ഖിറാൻ വരെ. നമ്മൾ പിന്നെ ഖിറാനിലെ റിസോർട്ടിട്ടല്ല നമ്മളിന്ന് പോകുന്നത്. ഖിറാൻ റിസോർട്ടിൽ ഇഷ്ടംപോലെ യാട്ടുകളുണ്ട്. അപ്പോൾ അതിൽ നിന്ന് ഒരു യാട്ട് എടുത്ത് നമ്മൾ ഖറു എന്ന് പറഞ്ഞൊരു ഐലൻഡ് ഉണ്ട്. ആ ഐലൻഡിട്ടാണ് നമ്മളിന്ന് പോകുന്നത്. സോ ഇന്നത്തെ ഒരു ഫുൾ ഡേ നമ്മൾ ഈ ഐലൻഡിൽ സ്പെൻഡ് ചെയ്യുക, അതാണ് നമ്മുടെ ഒരു തീം. ഏതായാലും ഇനിയുള്ള വീഡിയോസ് കാണുക. ഞാനതെല്ലാം നറേഷൻ പറഞ്ഞ് വെറുപ്പിക്കുന്നില്ല. സോ കണ്ടോളൂ. നമ്മുടെ ബോട്ട് എടുത്തു. പിന്നെ ഈ കാണുന്ന മുഴുവൻ കുവൈറ്റി വില്ലാസാണ്, അതായത് ബീച്ച് ഹൗസുകൾ എന്ന് പറയില്ല, അതാണ് സംഭവങ്ങൾ. അതായത് ഓൾമോസ്റ്റ് എല്ലാ കുവൈറ്റീസും ഈ സമ്മർ ടൈമുകളിലും അവരുടെ വെക്കേഷൻ ടൈമുകളിലെല്ലാം അവരിവിടെ ആയിരിക്കും ഫാമിലി ആയിട്ട് വന്ന് സ്പെൻഡ് ചെയ്യുക. പിന്നെ നമ്മളിപ്പോൾ പോകുന്നത് ഖറു ഐലൻഡിട്ടാണ്. ഖറു ഐലൻഡ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതൊരു കുവൈറ്റിൽ തന്നെ സ്ഥിതി ചെയ്യുന്നൊരു ഐലൻഡാണ്. കുവൈറ്റിൽ മുഴുവൻ 9 ഐലൻഡുകളാണുള്ളത്. ആ 9 ഐലൻഡുകളിലും ഏറ്റവും സ്മോളസ്റ്റ് ആയിട്ടുള്ളൊരു ഐലൻഡാണ് ഖറു ഐലൻഡ്. ഈ ഒരു പേര് ഇതിന് വരാൻ കാരണം ഒരു ലാർജ് എമൗണ്ടിൽ തന്നെ പെട്രോളിയം സെഡിമെൻറ്റ്സ് എല്ലാം ഈ ഒരു ഏരിയയിലുണ്ട്. അതുകൊണ്ടാണ് ഖാർ എന്നൊരു അറബിക് നെയിമിൻ്റെ ഒരു പൊരുളാണ് ഖറു ഐലൻഡ് എന്നുള്ളൊരു പേര് വന്നത്. മെയിൻലാൻഡ് കോസ്റ്റിൽ നിന്നും ഒരു 37.5 കിലോമീറ്റേഴ്സ് ഈസ്റ്റായിട്ടാണ്. അതേപോലെ തന്നെ ഉമ്മൽ മരടിയിൽ നിന്നും ഒരു 17 കിലോമീറ്റേഴ്സ് നോർത്ത് ഈസ്റ്റുമായിട്ടാണ് ഈ ഒരു ഐലൻഡ് സ്ഥിതി ചെയ്യുന്നത്. ഓൾമോസ്റ്റ് ഒരു 3.5 ഹെക്ടേഴ്സ് ഏരിയ തന്നെ ഈ ഒരു ഐലൻഡ് വരുന്നുണ്ട്.
അങ്ങനെ കെറു ഐലൻഡ് എത്തി. പിന്നെ ഐലൻഡിൻ്റെ അടുത്തായിട്ട് നമ്മുടെ യാട്ട് പോകത്തില്ല, കാരണം നമ്മുടെ യാട്ട് ഒരു 3 ഇഞ്ചിൻ്റെ യാട്ടായതുകൊണ്ട് തന്നെ ഇച്ചിരി ആഴമുള്ളൊരു ഏരിയയിലേ അത് നിർത്തിയിടാൻ പറ്റുള്ളൂ. സോ നമ്മുടെ യാട്ട് ഫുൾ ടൈം അവിടെ നിർത്തിയിട്ടേക്കുമായിരുന്നു. കുഞ്ഞു കുഞ്ഞു ബോട്ടുകൾക്ക് അടുത്തിട്ട് പോവാം. പുറകിൽ കാണുന്നതാണ് കേട്ടോ കെറു ഐലൻഡ്. അതായത് കുവൈറ്റിലെ 9 ഐലൻഡുകളിൽ ഏറ്റവും സ്മോളസ്റ്റ് ആയിട്ടുള്ള ഐലൻഡ്. അതോടൊപ്പം തന്നെ ഏറ്റവും ഫാറസ്റ്റ് ആയിട്ടുള്ള ഒരു ഐലൻഡും ഇത് തന്നെയാണ്. ഈ അണ്ടർ വാട്ടർ വീഡിയോഗ്രാഫിയൊക്കെ മറ്റ് ചാനലുകളിലൊക്കെ ഇഷ്ടംപോലെ കണ്ടിട്ടുണ്ടെങ്കിലും സ്വന്തമായിട്ട് ഒന്ന് എടുക്കാൻ സാധിച്ചതിൻ്റെ ഒരുപാട് സന്തോഷം ഉണ്ടായിരുന്നു ഈ വീഡിയോ ഒക്കെ എടുക്കുന്നുണ്ടെങ്കിൽ. കഴിഞ്ഞ് പിന്നെ ഞങ്ങൾ നേരെ അങ്ങോട്ട് അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുന്നത് പിന്നെ അവിടെ കിട്ടുന്ന പന്തുകളി കാര്യങ്ങളൊക്കെ ആയിരുന്നു. പിന്നെ അത് കഴിഞ്ഞിട്ട് ഫുഡിങ് കാര്യങ്ങൾ. ബർഗറിനുള്ള സ്റ്റീക്കാണ് കേട്ടോ ഉണ്ടാക്കുന്നത്. ആ കാണുന്ന കുഞ്ഞ് ടവറുള്ള കെറു ഐലൻഡ്. അങ്ങനെ ഈ ഒരു ഡേ നല്ല രീതിയിൽ തന്നെ ഞങ്ങളെല്ലാവരും എൻജോയ് ചെയ്തു. ഫുഡിങ് ഉണ്ടായിരുന്നു, അതേപോലെ തന്നെ എന്താ പറയുക, നമ്മൾ തന്നെ ബർഗറിൻ്റെ സ്റ്റീക്ക് കാര്യങ്ങളെല്ലാം സെൽഫായിട്ട് തന്നെ ഉണ്ടാക്കിയായിരുന്നു. ഫിഷിങ് ഉണ്ടായിരുന്നു, ഇതൊക്കെ രസകരമായ കാര്യങ്ങൾ തന്നെയായിരുന്നു. അതേപോലെ വാട്ടർ ഗെയിംസ് ഉണ്ടായിരുന്നു. പിന്നെ എനിക്ക് എല്ലാം ഒന്നും കവർ ചെയ്യാൻ പറ്റിയില്ല. ഒന്ന് ക്യാമറയുടെ ചാർജ് കാര്യങ്ങൾ, പിന്നെ അതുകൊണ്ട് തന്നെ ഞാൻ പിന്നെ ക്യാമറ അകത്ത് വെച്ചിട്ട് കൂടുതൽ ടൈം പിന്നെ ബാക്കി അങ്ങോട്ട് എൻജോയ് ചെയ്യുമായിരുന്നു. വെള്ളത്തിൽ തന്നെ സ്പെൻഡ് ചെയ്യുമായിരുന്നു. അങ്ങനെ എല്ലാം കഴിഞ്ഞ് വൈകുന്നേരം ഞങ്ങളങ്ങ് തിരിച്ചു പോവുകയാണ്. യാർഡിന് ഡീസലെല്ലാം അവിടെ തന്നെ ഒരു ഫ്യൂൽ സ്റ്റേഷനിൽ നിർത്തി അടിച്ച് എല്ലാം കഴിഞ്ഞത് മൊത്തത്തിൽ ഒരു ഡേ വൈൻഡപ്പ് ചെയ്തു. ഇതുവരെ എൻ്റെ വീഡിയോ ക്ഷമയോടുകൂടി കണ്ടിരുന്ന എല്ലാവർക്കും താങ്ക് യു സോ മച്ച്. അപ്പോൾ ഇനി നെക്സ്റ്റ് ഒരു വീഡിയോ ആയിട്ട് കാണാം. തുടർന്നുള്ള എല്ലാ വീഡിയോസിലും നിങ്ങളുടെ പൂർണ്ണമായ സപ്പോർട്ട് എനിക്ക് വേണം. അപ്പോൾ ഓക്കെ, ബൈ.